മറ്റ് അധ്യാപകർ, പ്രിയപ്പെട്ട കുട്ടികളെ, ഒത്തിരി സന്തോഷം എനിക്ക് ഈ വേദിയിൽ വരാൻ കഴിയുന്നതിൽ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഓടക്കുഴൽ നാദം, അതുപോലെ നാടൻ പാട്ട്, ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ ടെൻഷൻ അങ്ങ് ഒഴിഞ്ഞ പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 58,000 കുട്ടികൾ ആണ് നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്നത്. അത്രയും ഒരു എണ്ണം കൊണ്ട് ചെറിയ ഒരു കൂട്ടമാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ NSS മുഖേന ചെയ്യാൻ കഴിയുന്നുണ്ട്. NSS നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി യശസ് ഉയർത്തുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തന്നെയുമല്ല, ഇത്രയും വലിയൊരു തുക നമ്മുടെ എണ്ണം കുറഞ്ഞ കുട്ടികളുടെ ഇടയിൽ നിന്നും ഇത്രയും വലിയൊരു തുക നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ കഴിയുന്നതും നിങ്ങളുടെ എല്ലാം വളരെ വലിയൊരു നേട്ടമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ NSS പ്രോഗ്രാം ഓഫീസേഴ്സ്, പ്രിൻസിപ്പൽമാർ, അധ്യാപകർ, സ്റ്റേറ്റ് കോർഡിനേറ്റർ എല്ലാവരെയും ഈ വേദിയിൽ അഭിനന്ദിക്കാൻ കൂടി ഞാൻ അവസരം ഉപയോഗിക്കുന്നു. NSSന്റെ ഒരു ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും ഒരു ആവേശമാണ്. കാരണം നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ NSSൽ ഞാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും ഏതെങ്കിലുമൊക്കെ ക്യാമ്പ് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അന്നത്തെ ഒരു സ്റ്റുഡൻ്റായി മാറുകയാണ്. പിള്ളേരുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാവണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കുട്ടികളുടെ വ്യക്തിത്വം വളർത്തുക എന്നുള്ളതാണ്. ഇത്തരം ആക്ടിവിറ്റീസിലൂടെ നമ്മൾ മുന്നിൽ കാണുന്നത്. നമുക്കറിയാം, ഒത്തിരി തിന്മകൾ നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ ചുറ്റും നടക്കുന്നു എന്ന് നമുക്കറിയാം. നമ്മൾ അതിൽ നിന്നൊന്നും പെടാതെ നല്ലതായി ജീവിക്കാനായിട്ടുള്ള ഒരു മാർഗദർശനം കൂടിയാവണം NSS എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നാളെ നമ്മുടെ ഈ രാജ്യം ഭരിക്കേണ്ടവരും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഒരു യുവതലമുറയാണ് നിങ്ങൾ. നാളെ ഇതുപോലുള്ള വേദികളിൽ ഇരിക്കേണ്ടവരും നിങ്ങളാണ്. ആ നിലയ്ക്ക് നിങ്ങൾ സമൂഹത്തിൽ നല്ല സംസ്കാരമുള്ളവരായും നന്മയുള്ളവരായും വളരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ നല്ല അവസരങ്ങളും നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തുടർന്നും നിങ്ങളുടെ സംഭാവനകൾ ഈ നാടിനും സമൂഹത്തിനും വിദ്യാഭ്യാസ വകുപ്പിനും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും മനസ്സ് നന്നാവട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി. വേദി ഏതാനും നിമിഷങ്ങളൊക്കെ അവസാനിക്കുകയാണ്. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ റിസർച്ച് ഓഫീസറും അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഷാലി ജോൺ മാഡത്തോട് അഭ്യർത്ഥിക്കുകയാണ്. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എല്ലാവരും വളരെ വിശന്നിട്ടാണോ എന്താന്ന് പറഞ്ഞൂടെ, എല്ലാവർക്കും കുറച്ച് ക്ഷീണമൊക്കെ കാണുന്നുണ്ട്, യാത്രയുടെ ഒക്കെ ആയിരിക്കും. എന്തായാലും NSSുമായിട്ട് വളരെയധികം ഇടപഴകിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, അതായത് ഞാൻ ഉണ്ടായിരുന്ന സ്കൂളിനെല്ലാം തന്നെ NSS അവാർഡ് എല്ലായ്പ്പോഴും കിട്ടിയിട്ടുണ്ട്. അത് വളരെ അഭിമാനമായിട്ട് തന്നെ തോന്നുന്നു. പിന്നെ എനിക്ക് എൻ്റെ പ്രിയ മക്കളോട് പറയാനുള്ളത്, ഈ NSSൽ വരുമ്പോഴാണ് മിക്ക കുട്ടികളും വളരെ അന്തർമുഖരായിട്ടുള്ള കുട്ടികളായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേജിലൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അവർക്കത് പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ NSSൽ വന്നതിന് ശേഷം എല്ലാവരും അങ്ങനെയല്ലേ മക്കളെ? അങ്ങനെയല്ലേ? എല്ലാവർക്കും ഇപ്പോൾ സ്റ്റേജിൽ വന്ന് എന്താ അവതരിപ്പിക്കാനും വളരെ കോൺഫിഡൻസ് അല്ലേ? ആ കോൺഫിഡൻസ് ആണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ മക്കൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട രഞ്ജിത്ത് സാർ ഒരുപാട് പ്രോജക്റ്റുകൾ, സാറ് വന്നതിന് ശേഷമാണ് നമുക്ക് പ്രോജക്റ്റുകളൊന്നും അന്വേഷിച്ചു പോകേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് നമുക്ക് തരും. അപ്പോൾ അതിൽ വന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ, നമുക്ക് വൃദ്ധസദനങ്ങൾ നമ്മൾ സന്ദർശിക്കാൻ പോകാറുണ്ട്, അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നമ്മളൊക്കെ എത്ര ഭാഗ്യവതികളാണ്, ഭാഗ്യവാന്മാരാണെന്ന്. അല്ലേ? അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ പാഠം ഉൾക്കൊള്ളണം. നമുക്ക് ലഭിച്ചത് ഏറ്റവും നല്ല വരദാനങ്ങളാണ്. അതുപോലെ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ വേണ്ടത് നല്ല മൂല്യമുള്ള കുട്ടികളായിട്ട് വളരുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഈ പറയുന്ന ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ലഹരിയും മറ്റു പലവിധ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമ്മുടെ മക്കള്, നിങ്ങൾ അങ്ങനെ ഒരിക്കലും അതിലേക്ക് പോകരുത്. നിങ്ങളിലൂടെ നിങ്ങളുടെ അനിയത്തിമാർ അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുപാടുള്ള എല്ലാ കുഞ്ഞു മക്കളെയും ഭാവിയിൽ ഒരു നല്ല പൗരന്മാരായിട്ട് വരാനായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും
നമ്മൾ NSS എന്ന രീതിയിലും അല്ലാതെയും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുമാറാകട്ടെ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സ്റ്റേറ്റ് കോർഡിനേറ്റർ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സ്, റീജിയണൽ കോർഡിനേറ്റേഴ്സ്, എല്ലാ പ്രോഗ്രാം ഓഫീസർമാരും അവർക്ക് പിന്തുണ നൽകുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട വളണ്ടിയേഴ്സ്, NSS വളണ്ടിയേഴ്സിനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. മക്കളെ, ഈ നിസ്തുലം എന്ന് പറയുന്ന ഈ വേദി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ചടങ്ങ്, ഉദ്ഘാടന ചടങ്ങ് അവസാന ഘട്ടത്തിൽ. നിസ്തുലം കുറച്ച് മിനിറ്റും കൂടി തുടരും. എത്ര മണിക്ക് അവസാനിപ്പിക്കാം? വൈകുന്നേരം വരെ പോണോ? വേണ്ട, ഉച്ചയ്ക്ക് പോയിട്ട് വേറെ പണിയുണ്ടോ? കുട്ടിങ്ങല്ലേ? അപ്പൊ അതുകൊണ്ട് 11 മണിക്ക് നമ്മൾ ഈ ഹാളിൽ നിന്ന് പിരിയും. അതിന് മുൻപേ ഇതിന് ഔപചാരികമായി നന്ദി. പഞ്ചാബിൽ പോയ നമ്മുടെ വളണ്ടിയേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. കേൾക്കണോ കഥ? കേൾക്കണോ? കാണണോ? ഓക്കെ. അപ്പോ അത് കാണുമ്പോൾ അടുത്തത് പഞ്ചാബിലേക്ക് നമ്മൾ എന്നൊരു ആഗ്രഹം നമുക്കുണ്ടാവും. അത് കഴിഞ്ഞ് വടശ്ശേരിക്കര ടീം അവർക്ക് കിട്ടിയ സംസ്ഥാന അവാർഡിന്റെ സന്തോഷത്തിൽ ഒരു ചെറിയ ഡാൻസ് ഉണ്ട്. അതോടുകൂടി നമ്മൾ ഈ നിസ്തുലം വേദി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങും. ഈ നിസ്തുലം അവാർഡ് സമർപ്പണ വേദിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്രയും പ്രിയങ്കരനായ NSSന്റെ പ്രൊജക്ട് ഓഫീസറും എന്നതിലുപരി കരിയർ ഗൈഡൻസിന്റെ സംസ്ഥാന കോർഡിനേറ്ററും കൂടിയായിട്ടുള്ള എൻ്റെ പ്രിയ കൂടപ്പറപ്പ് ഡോക്ടർ സന്തോഷ് അവർകളെ ക്ഷണിക്കുകയാണ്. താങ്ക് യു സാർ. മനസ്സ് നന്നാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമുക്ക് ഏവർക്കും അറിയാം അക്കാഡമിക് ഈ 2024-25 വർഷത്തെ അക്കാഡമിക് ഇയറിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു പര്യവസാനം നടത്തുന്നത് എപ്പോഴും ഒരു അവാർഡ് ഫംഗ്ഷനോടുകൂടി അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു തിളക്കം കിട്ടുന്നത്. അപ്പോൾ വളരെ പ്രയാസങ്ങൾക്കൊടുവിലും പ്രതിസന്ധികൾക്കൊടുവിലും നമ്മുടെ ഈ അക്കാഡമിക് വർഷം തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആശങ്കകളായിരുന്നു. നമുക്ക് ഏവർക്കും അറിയാം, നമ്മൾ അത്ര സുന്ദരമായ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കേട്ടുകൊണ്ടല്ല തുടങ്ങിയത്. വയനാട്ടിലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദുരവസ്ഥ അല്ലെങ്കിൽ ആ സ്കൂൾ തന്നെ ഇല്ലാതായ ഒരു അവസ്ഥ കേട്ടുകൊണ്ട് തുടങ്ങിയെങ്കിലും പുകെ നമ്മുടെ കേരളം ഒരുമിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ട് അതിൽ മുൻപന്തിയിൽ നിന്ന ഒരു വിഭാഗമാണ് നാഷണൽ സർവീസ് സ്കീം. അത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയാലും ഹയർ സെക്കൻഡറി ആയാലും മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് നയിക്കാൻ കഴിഞ്ഞു. അത് VHSCയുടെ പങ്ക് ഒരിടത്തും എഴുതിത്തള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പങ്ക് നമുക്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. വേദിയിലുണ്ടായിരുന്നവരും പ്രസംഗിച്ചവരും ഒക്കെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. മാത്രമല്ല, നാഷണൽ സർവീസ് സ്കീം എന്താണെന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നും അത് പറച്ചിലൂടെയല്ല പ്രവൃത്തിയിലൂടെയാണെന്നും നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അത് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമുക്ക് ഈ വേദിയിൽ ഇവിടെ ഒരുക്കി തന്ന അല്ലെങ്കിൽ ഈ വേദിയിൽ ഈ നമ്മുടെ ഈ നിസ്തുലം ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന ഇതിലെ അധ്യക്ഷം വഹിച്ച് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഇവിടെ അവാർഡ് വിതരണത്തിന്റെ ഒരു പങ്ക് വഹിച്ച ശ്രീ ആന്റണി രാജു MLAക്ക് ഏറ്റവും ആദ്യമായി ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. കൂടാതെ ഈ യോഗത്തിന് ഇവിടെ അനുവാദം നൽകുകയും ഇതിനു വേണ്ട എല്ലാ സഹകരണം നൽകുകയും പക്ഷേ അദ്ദേഹത്തിന് ഇന്നിവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. നാളെ ഡൽഹിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് അദ്ദേഹം എറണാകുളത്താണ് ഇപ്പോൾ ഉള്ളത്. എന്നാലും ഈ പ്രോഗ്രാമിന് വേണ്ട എല്ലാ പെർമിഷൻ തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാനവാസ് IAS അവർക്ക് നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് NSSLന്റെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സാർ. അടുത്തതായി ഏറ്റവും ആദരണീയനായ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടി അവർകളാണ്. അദ്ദേഹം ഒരുപാട് തിരക്കുകളുണ്ട്. അദ്ദേഹം മറ്റ് പ്രോഗ്രാമുകളൊക്കെ ഇന്നലെ വൈകുന്നേരം മുതൽ മാറ്റിവെച്ചു. എന്നാൽ നമ്മുടെ നിങ്ങളെ കാണണമെന്നുള്ളതുകൊണ്ടും നിങ്ങൾക്ക് അവാർഡ് നൽകണമെന്നുള്ളതുകൊണ്ടും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കണമെന്നുള്ളതുകൊണ്ട് മാത്രം അതിരാവിലെ 9 മണിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും അവാർഡ് നൽകുകയും നമുക്കൊരു സന്ദേശം നൽകുകയും ചെയ്ത ഈ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ V. ശിവൻകുട്ടി അവർക്ക് ഏറ്റവും ആദരവോടുകൂടി കൃതജ്ഞത അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ഈ മീറ്റിംഗിൽ സന്ദേശം നൽകി നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിന്റെ 3 തലത്തിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന ഡോക്ടർ അൻസാർ സാറാണ്. ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് NSS ഓഫീസർ ശ്രീ അൻസാർ സാറിന് ബഹുമാനപ്പെട്ട നമ്മുടെ ഡയറക്ടറിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ നമുക്ക് സന്ദേശം നൽകി യോഗത്തിൽ പങ്കെടുത്ത ശ്രീ ഷിബു RS ബഹുമാനപ്പെട്ട ADG ജനറൽ, ശ്രീ CA സന്തോഷ് ബഹുമാനപ്പെട്ട ADG അക്കാദമിക് തുടങ്ങിയവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആശംസകൾ അർപ്പിച്ച് നിങ്ങളോട് സംസാരിച്ച ശ്രീ രഞ്ജൻ രാജ് RP ബഹുമാനപ്പെട്ട സീനിയർ AO, ശ്രീമതി ഷീന MS ബഹുമാനപ്പെട്ട സീനിയർ AO VHSC, ശ്രീമതി ഷാജിദ S ബഹുമാനപ്പെട്ട JD അക്കാദമിക്, ശ്രീ ഉബൈദുള്ള M ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർ കരിക്കുലം,
നമ്മുടെ ഇവിടെ നിന്ന് ഉപകാരം സ്വീകരിച്ച് നമ്മൾക്ക് ഒരു വലിയ സന്ദേശം നൽകിയ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ശ്രീമതി സിന്ധു ആർ, നമ്മളോട് സംബന്ധിച്ച ശ്രീമതി ലിസി ജോസഫ്, ബഹുമാനപ്പെട്ട DD VHSC പരീക്ഷാ വിഭാഗം ചുമതലയുള്ള സെക്രട്ടറി, കൂടാതെ ശ്രീമതി ഷാലി ജോൺ, ബഹുമാനപ്പെട്ട AD VHSC എന്നിവർക്കും ഞാൻ നമ്മുടെ ഡയറക്ടറിന്റെ പേരിലും NSSLന്റെ പേരിലുമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഈ പ്രോഗ്രാമിന്റെ ചുക്കാൻ പിടിക്കുന്ന ശ്രീ രഞ്ജിത്ത് സാർ, നിങ്ങൾക്കറിയാം, ഒരേ സമയം സ്കൂളിലെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്തുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നമുക്ക് ഏറ്റവും ഒരു പ്രവർത്തനം ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് പോലും മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ പോയി പ്രോജക്റ്റുകൾ സംഘടിപ്പിച്ച് നമുക്ക് നൽകി ഒരു മാർഗനിർദ്ദേശം നൽകി ഈ പ്രോഗ്രാം ഇത്രയും വർഷം 2017 മുതൽ ഈ പ്രോഗ്രാമുകൾ കൊണ്ടുപോവുകയാണ്. തുടർച്ചയായി ഈ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് സെല്ലിനെ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയെ ഒരു ലൈൻ ലൈറ്റിൽ നിർത്തുക, അല്ലെങ്കിൽ ഒരു തിളക്കത്തിൽ നിർത്താനായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന രഞ്ജിത്ത് സാറിന് ഔപചാരികയുടെ പേരിലല്ല, അനൗപചാരികയുടെ പേരിലായാലും നമ്മുടെ ഏവരുടെ പേരിലായാലും കൃതജ്ഞത രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അർപ്പിക്കുന്നു. കൂടാതെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകർ, RCDC സുഹൃത്തുക്കൾ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മക്കളായിട്ടുള്ള കുഞ്ഞുങ്ങൾ, അവാർഡ് വാങ്ങിച്ച എല്ലാ പേർക്കും, അതുകൂടാതെ നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്ന DPIയിലെ സഹപ്രവർത്തകരുണ്ട്, ഈ VHSCയിലെ സഹപ്രവർത്തകരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, കൂടാതെ മീഡിയ പ്രവർത്തകരുണ്ട്. അപ്പോൾ പല വിഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഈ പ്രവർത്തനത്തിന് സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന വിവിധ വേദിയിലുള്ള ഇവിടെ ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ആൾ. വളരെയധികം നന്ദി. നിസ്തുലം ഈ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. നിസ്തുലം വേദി കുറച്ചു നേരം കൂടി തുടരുകയാണ്. തുടരണ്ടേ ഒരു ഡാൻസ് ഒക്കെ കാണണ്ടേ നമുക്ക്? ഓക്കെ. എത്രയും ബഹുമാനായ നമ്മുടെ മേലുദ്യോഗസ്ഥർ സദസ്സിലേക്ക് ഇറങ്ങിയിരിക്കണം.